രാമപുരം മാർ അഗസ്തീനോസ് കോളേജിൻ്റെ ആഭിമുഖ്യത്തിൽ കാസിൽദ മെഗാ ഷോ സംഘടിപ്പിച്ചു. നൃത്ത സംഗീത നാടക ആവിഷ്കാരമായ കാസിൽദ വേറിട്ട അനുഭവമായി മാറി. രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്കും നേട്ടങ്ങളിൽ നിന്നും നേട്ടങ്ങളിലേക്കും അനുദിനം മുന്നേറുന്ന രാമപുരം മാർ അഗസ്തീനോസ് കോളേജ് മറ്റ് കലാലയങ്ങൾക്കും മാതൃകയായി മാറുകയാണ്. കാസിൽദ പരിപാടിക്ക് ഇന്ന് ഈ വേദി സാക്ഷ്യമൊരുക്കുകയാണ്. ഇപ്പോൾ എന്നോടൊപ്പം വാർത്താമാന ന്യൂസിനോടൊപ്പം ചേർന്ന് പ്രതികരിക്കുന്നത് കോളേജിന്റെ വൈസ് പ്രിൻസിപ്പൽ കൂടിയായ ഫാദർ ജോസഫ് ആലഞ്ചേരി അച്ഛൻ. സ്വാഗതം അച്ഛാ. നമ്മുടെ ഈ പ്രോഗ്രാമിനെ ഒറ്റ നോട്ടത്തിൽ എങ്ങനെ നോക്കിക്കാണുന്നു, എങ്ങനെ വിലയിരുത്തുന്നു? നമ്മള് കാസിൽദ എന്ന പ്രോഗ്രാം മാർ അഗസ്തീനോസ് കോളേജ് ഇന്ന് ഈ മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് നടത്തുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. പ്രധാന ലക്ഷ്യം ഭവന നിർമ്മാണമാണ്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ കുട്ടികളുടെ ഒരുപാട് കഴിവുകളുള്ള കുട്ടികളുണ്ട്. അവരുടെ ടാലൻസ് പൊതുസമൂഹത്തിന് മുമ്പിൽ എക്സ്പോസ് ചെയ്യുക എന്നുകൂടെ കൂടിയാണ്. അപ്പൊ അവരുടെ മാതാപിതാക്കൾക്ക് അവരെല്ലാം അവിടെ സന്നിഹിതരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ടിക്കറ്റ് വെച്ചാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. എനിക്ക് തോന്നുന്നത് ഈ മധ്യ കേരളത്തിൽ ഒരുപക്ഷെ ഈ പ്രദേശത്ത് ഒരു കോളേജും ഇങ്ങനെ ഒരു സംരംഭത്തിന് മുതിർന്നിട്ട് കാണില്ല. ഇങ്ങനൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ എന്താണ് പ്രചോദനമായത്? കോളേജിന്റെ ഉള്ളിൽ തന്നെ ഒരു ഗാനമേള നമ്മൾ കുട്ടികളുടേതായിട്ട് മ്യൂസിക്കൽ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയിരുന്നു. അത് നല്ലതാണെന്ന് ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ട് അത് പുറത്തേക്ക് നമുക്ക് കൊണ്ടുവരാം. അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ചാരിറ്റി പദ്ധതിയും ഏകോപിപ്പിക്കുകയാണ് നമ്മൾ കരുതി. നമുക്കറിയാം, ഏത് പ്രവൃത്തി ചെയ്താലും ഏത് കാര്യങ്ങൾ ചെയ്താലും നമുക്കൊരു ടീമായി വർക്ക് ചെയ്താൽ, അതായത് when we work as a team we will win together എന്നാണ് പറയുന്നത്. ഒരു ടീമായിട്ട് പ്രവർത്തിച്ചാണ് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് വരാനും പരിപാടികളൊക്കെ ഭംഗിയാക്കാനും സാധിക്കുള്ളൂ. എല്ലാവരും ഒരു ടീമായി പ്രവർത്തിക്കുകയും എല്ലാവരുടെയും ഒത്തുനോക്കത്തോടെയും അതിലുപരി മാതാപിതാക്കളുടെയും എല്ലാവരുടെയും ഒരു സഹകരണം ഇതിലുണ്ടാകുമെന്ന് തീർച്ചയായും അതിന്റെ സന്തോഷമല്ലേ നിങ്ങളുടെ മുഖത്ത് കാണും. തീർച്ചയായിട്ടും. അതായത് ഈ പ്രോഗ്രാം അതിന്റെ എ ടു സെഡ് ഇതൊരു ടീം വർക്കാണ്. ഇവിടെ എല്ലാ അധ്യാപകരും ഒരുപോലെ ചേർന്നിട്ട് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ്. അതുപോലെ നമ്മുടെ വിദ്യാർത്ഥികൾ ദിവസങ്ങളായിട്ടുള്ള അവരുടെ പ്രാക്ടീസിന്റെ ഫലമായിട്ടാണ്. അപ്പൊ ഈ പ്രോഗ്രാം ശരിക്കും ഒരു ടീം വർക്കാണ്. ഇതുപോലെയുള്ള നല്ല പ്രവർത്തനങ്ങൾ ഇനിയും നമുക്ക് ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കാം. റെൻസോയ് ജോസ്, വാർത്താ മലയാളം ന്യൂസ്, കൊച്ചി.